വാക്തത്വം പറയുന്നത്. തമ്പുരാനിൽ വിശ്വാസമുണ്ടെന്ന് നമ്മളെല്ലാം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ഇപ്പൊ നമ്മൾ സിനിമ പറയാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ദിനം പ്രതി അറിഞ്ഞും അറിയാതെയും വിശ്വസിക്കുന്ന വ്യക്തികളാണ്. വിശ്വാസമാണ്, അതാണ് നമ്മളെല്ലാം എടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നല്ല ഭക്ഷണമാണെന്ന് കരുതിക്കൊണ്ട്, അതിനകത്ത് വിഷമൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കടന്നിറങ്ങുന്ന മുറി നല്ല ബലവത്തുള്ളതാണ്, അതൊന്നും താഴെ പോകില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കടന്നിറങ്ങുന്നത്. നമ്മൾ വണ്ടിയിൽ കയറുന്നു, നമ്മളൊരു സൈക്കിൾ ഓടിക്കുന്നു, സൈക്കിളിലെ കാറ്റ് പഞ്ചറായി പോകില്ല എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ സൈക്കിൾ ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുന്നത്, അതിന്റെ ടയറുകൾക്ക് എല്ലാം നല്ല ബലമുണ്ട്, അതിന് കാറ്റുണ്ട്, അതിനൊന്നും പഞ്ചറാവില്ല, ഒരു കേടുവരത്തില്ല എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ മൈലുകൾ താണ്ടി ആ വണ്ടി കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ബസ്സിലെ ഡ്രൈവറും നല്ലപോലെ ഓടിക്കാൻ അറിയാവോ, ലൈസൻസ് ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. അതിന് അസുഖമുണ്ടോ, ഹാർട്ട് അറ്റാക്ക് ഉള്ള മനുഷ്യൻ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുകയാണ് അയാൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കോളും. ജീവിതത്തിന് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ജീവിതം അനുദിന ജീവിതം, വിശ്വാസത്തിന്റെ ജീവിതം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. തമ്പുരാന്റെ അടുത്ത് വരുമ്പോൾ മാത്രം ട്രസ്റ്റിങ്ങിന് ഒരു പിക്ക് ആൻഡ് ചൂസ് ഇല്ല, ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ്. സുഭാഷിതത്തിലെ 3-7 തിരുവചനം, ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്, തമ്പുരാനെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക. നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? നമ്മള് തമ്പുരാനേക്കാൾ കൂടുതൽ അറിവുള്ളവരാണെന്നുള്ളൊരു ചിന്തയുണ്ട് നമുക്ക് പലപ്പോഴും. ഹവ്വായെ പോലെ ആദത്തെ പോലെ എല്ലാം അറിയാം എന്നുള്ള തോന്നൽ, അതിൽ നന്മ കുറിച്ച് അറിയാവുന്ന വൃക്ഷത്തിന്റെ കനി പോലും അങ്ങോട്ട് ഭക്ഷിച്ച് ദൈവത്തെ പോലെ അറിവ് നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച മനുഷ്യര്. പട്ടം പറപ്പിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു ധാരണയുണ്ട്, അവന്റെ കരങ്ങളിലാണ്, അവനാണ് ഈ പട്ടത്തിനെ മുഴുവൻ അങ്ങോട്ട് നിയന്ത്രിക്കുന്നതെന്ന് കരുതിക്കൊണ്ടായ കുഞ്ഞ് പട്ടം പറപ്പിക്കുന്നത്. പക്ഷേ അവന് വലുതാകുമ്പോഴും അവന് പക്വത കൂടുമ്പോഴും അവന് തിരിച്ചറിയുന്നത് അവനായിരുന്നില്ല, മറിച്ച് വീശിയുടെ അടിക്കുന്ന കാറ്റായിരുന്നു ഈ വർണ്ണ കടലാസിന്റെ ദിശ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. അവനല്ല, അവന്റെ കയ്യിലിരിക്കുന്ന ചരടല്ല, അവന്റെ കരങ്ങളല്ല ഇത് നിയന്ത്രിച്ചത്, അവൻ കാറ്റായിരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളും അത് തിരിച്ചറിയണം. ദൈവമാണ് എന്റെ ജീവിതത്തിൽ മുഴുവനും നിയന്ത്രിക്കുന്നത്, ഞാനല്ല. എനിക്കൊന്നുമില്ല, തുച്ഛമായിട്ടുള്ള അറിവ് മാത്രം. ഖലീൽ ജിബ്രാന്റെ കഥ വായിച്ചിട്ടില്ലേ? ഒരു ദിവസം ശരീയ പ്രവാചകന് പൂന്തോട്ടത്തിൽ വെച്ച് ഒരു കുഞ്ഞിനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനോട് ചോദിക്കും, കുഞ്ഞെ നീ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ, നീ ഒറ്റയ്ക്ക് ഇരിക്കുവാണെന്ന് തോന്നുന്നല്ലോ, എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണേ? അപ്പൊ ചിരിച്ചുകൊണ്ട് പറയാ, ഞാൻ എന്റെ ആയയെ കബളിപ്പിച്ച് നടക്കുക, എന്റെ ആയ ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അതിനെ ഒളിച്ചു നടക്കുകയാണ്. താങ്കൾ ഒറ്റയ്ക്കാണല്ലേ, ആയയെ എന്തു ചെയ്തു, എങ്ങനെ ഒളിപ്പിച്ചു, നിങ്ങൾ എങ്ങനെ ഒളിച്ചു നടക്കുന്നതെന്ന്. അപ്പോഴേ പ്രവാചകൻ തന്നോട് തന്നെ പറയാണ്, അതെ ഞാനും എന്റെ ആയയെ കബളിപ്പിച്ചു നടക്കുകയാണ്, പക്ഷേ അവൾ എന്നെ പെട്ടെന്ന് കണ്ടെത്തും. കുട്ടി പറഞ്ഞു, എന്റെ ആയും എന്നെ കണ്ടെത്തും. അതേ നിമിഷം തന്നെ കുട്ടിയുടെ പേര് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം മുഴങ്ങി. കുട്ടി പറഞ്ഞു, അവൾ എന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ആകാശത്ത് നിന്ന് ശബ്ദം മുഴങ്ങുകയാണ്. ശരിയാ, മുഖമുയർത്തി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ മറുപടി പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് കർത്താവേ. സുഭാഷിതത്തില് 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം പറയാണ്, കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നുവെന്ന്. ദൈവത്തിന്റെ വചനം, ബൈബിളിൽ നിന്ന്, വേർഡ്സ് ഫ്രം ഗാഡ്സ് മൗത്ത്, അവിടെ നിന്നാണ് നമുക്കുള്ള അറിവും വിവേകവും പുറപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, സുഭാഷിതത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം വീണ്ടും പറയുകയാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടി ആയിരിക്കട്ടെ. ഇൻ ഓൾ യുവർ വേസ് അക്നോളജ് ഹിം. ദൈവത്തെ ചിന്തിക്കാതെ, ദൈവത്തിന്റെ താല്പര്യം കൊടുക്കാതെ, ദൈവവിചാരത്തോടെ അല്ലാതെ നിനക്ക് ഒരു നിമിഷം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കുർബാനയ്ക്ക് പോകുമ്പോഴും യാമപ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും കൊന്ത ചെല്ലുമ്പോഴും മാത്രമല്ല ദൈവം നമ്മുടെ കൂടെയുള്ളത്. എല്ലാ നിമിഷവും നമ്മൾ TV കാണുമ്പോഴും, പുറത്തിറങ്ങുമ്പോഴും, വണ്ടിയിൽ ഇരിക്കുമ്പോഴും, പണി ചെയ്യുമ്പോഴും, അടുക്കളയിലായിരിക്കുമ്പോഴും എപ്പോഴും നിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവവിചാരത്തോടെ ആയിരിക്കേണ്ട സദാസമയവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം അറിയാത്തതൊന്നും ഇടപെടാത്തതൊന്നുമായിട്ടുള്ള ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്ക് ചിലപ്പോൾ കരുതും കുറെ സമയം ദൈവത്തിന്, ബാക്കിയുള്ള സമയം നമ്മൾ വലിയ മതിലൊക്കെ കെട്ടി തിരിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു അവസരം. The call is to take every part of our lives, every minute of our day, and to acknowledge that all of it's part of our journey with God. ദൈവം സദാ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വിചാരം, പള്ളിയിൽ മാത്രമായിരിക്കുമ്പോഴല്ല, എല്ലാ സമയത്തും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിചാരം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് 4-ാമത്തെ അധ്യായത്തില് 6-7 തിരുവചനങ്ങൾ പറയുകയാണ്, ഒന്നിനെ കുറിച്ച് നീ ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ നിങ്ങൾ അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിലെ കാത്തുകൊള്ളുന്നു. He will make your paths straight.
He will make your path straight. തമ്പുരാനിൽ വിശ്വസിക്കുന്നവർക്ക് തമ്പുരാന്റെ കൂടെ ഏത് വഴിയും പോകാൻ കഴിയും. കാരണം അവൻ നിന്റെ വഴികളെ നേർവഴികളാക്കി മാറ്റും. തമ്പുരാൻ കാണിക്കുന്ന വഴികൾ എളുപ്പമുള്ളതാകില്ല. അത് ഇടുങ്ങിയതാകും, വേദനകൾ നിറഞ്ഞതാകും, കല്ലുമുള്ളും നിറഞ്ഞതാകും. പക്ഷേ അത് യഥാർത്ഥ വഴിയാണ്, നേർവഴിയാണ്. ദൈവത്തിന്റെ പാതകൾ സ്ട്രെയിറ്റ് വഴികളാണ്. നേർവഴിയിലൂടെ നടക്കുവാനാണ് കർത്താവ് വിളിക്കുന്നത്, നല്ല വഴിയിലൂടെ നടക്കാനല്ല. സുഭാഷിതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 5-ഉം 6-ഉം തിരുവചനങ്ങൾ നമ്മൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തിൽ നീ വിശ്വസിക്കുക. ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ്. നിന്റെ കഴിവുകളിൽ അഹങ്കരിക്കാതെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന അറിവും വിവേകവും കൊണ്ട് നീ ജീവിക്കുക. നോൾ യുവർ വേസ് അക്നോളജ് ഹിം. എല്ലാ സദാസമയവും ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ഹി വിൽ മേക്ക് യുവർ പാത്ത് സ്ട്രെയിറ്റ്. നീ ദൈവത്തിന്റെ വഴിയെ പോകാൻ തയ്യാറായാൽ ദൈവം നിന്റെ വഴികളെ നേർവഴികളാക്കി മാറ്റും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുക. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കില്ല, പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിന്റെ എല്ലാവർക്കും പ്രകാശം നൽകും. അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ആ വിളിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, നമുക്ക് ശക്തി തരുന്നത് അവിടുത്തെ വെളിച്ചം നമ്മുടെ ഉള്ളതുകൊണ്ട്. ആ വെളിച്ചം ലോകത്തിന് വെളിച്ചമായി മാറുവാനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തു ലോകത്തിലേക്ക് മാറും. നിങ്ങളിൽ ഉള്ളിലിരിക്കുന്ന പ്രകാശം അതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് ലോകത്തിന് വേണ്ടി ഉള്ളതാണ്. നിങ്ങളിലുള്ള പ്രകാശം നിങ്ങൾക്ക് അത് മറച്ചു വെക്കാൻ കഴിയും. നിങ്ങളിലുള്ള ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ കഴിയും. അത് ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ അത് ലോകത്തിലേക്ക് കൊടുക്കുവാനുള്ളതാണ്. തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തില് 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം പറയുകയാണ്, വാക്കുകളിലും പെരുമാറ്റങ്ങളിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായി മാറണം. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ പറഞ്ഞ ഈ വിളിക്കനുസരിച്ചുള്ള ജീവിതം അത് തന്നെയാണ്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായി തീരുക. വിളിക്കനുസരിച്ച് വിളിക്കുന്നവന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു ജീവിതം. 3-ാമത്തെ യോഹന്നാന്റെ ലേഖനത്തില് 11-ാമത്തെ തിരുവചനം വായിക്കുകയാണ്. വാത്സല്യ ഭാജനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്. തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. ദൈവത്തിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നന്മയുടെ വഴിയിലൂടെ പോകുമ്പോൾ തിന്മയുടെ വഴിയിലേക്ക് പോകാൻ എളുപ്പമാണ്. ലോകത്തിന്റെ വഴിയെ പോകാൻ എളുപ്പമാണ്. ലൗകികമായിട്ടുള്ള ജീവിതം നയിക്കാൻ എളുപ്പമാണ്. ദൈവിക ജീവിതം നയിക്കുക അത്ര എളുപ്പമല്ല. ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ടാവും, ഒത്തിരിയേറെ പ്രലോഭനങ്ങളുണ്ടാവും. പിശാച് ചുറ്റും നിന്ന് നമ്മളെ കെട്ടിവരിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ തിന്മയെ നിങ്ങൾ അനുകരിക്കരുത്, നന്മയുടെ വഴിയിലേക്ക് പോകാനാണ് കർത്താവ് പറയുന്നത്. അത് നേർവഴിയാണ്. വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ കുർബാനയായി മാറുക എന്നുള്ളതാണ്. മാർക്കോസിന്റെ സുവിശേഷത്തില് 14-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം പറയുന്നു, അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിയ. ഇതാണ് തമ്പുരാൻ നമ്മളെ വിളിച്ചത്. അപ്പമാകുവാൻ വേണ്ടി, അത് നമ്മൾ ആശീർവദിക്കാൻ വേണ്ടി തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിനെ മുറിച്ചിട്ട് നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ അഹങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി, ഉയർത്തപ്പെട്ട നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മുറിക്കപ്പെട്ട് കൊടുക്കാൻ വേണ്ടി ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച നമ്മളൊരു വലിയ വിജയമായി മാറും. അല്ല എങ്കിൽ നമ്മൾ വലിയ ശൂന്യത. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല എങ്കിൽ, ദൈവമല്ല നമ്മളെ ആശീർവദിച്ച് മുറിച്ച് കൊടുക്കുന്നത് എങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. വിളിക്കനുസരിച്ചുള്ള ജീവിതം അത് വിശുദ്ധ കുർബാനയുടെ ജീവിതമാണ്. ദൈവമായി മാറുവാനുള്ള, ക്രിസ്തുവായി മാറാനുള്ള ഒരു ജീവിതമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആശീർവദിച്ച് മുറിച്ച് മറ്റുള്ളവർക്ക് നൽകപ്പെടാനുള്ള ഒരു ജീവിതമാണ്. കുർബാനയായി മാറുവാനുള്ള ഒരു വിളിയാണ് നമ്മുടേത്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയും തമ്പുരാനാൽ ആശീർവദിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതം. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 12-ാമത്തെ അധ്യായത്തിലെ 2-3 തിരുവചനങ്ങൾ വായിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹമാണ്. തെസ്സലോനിക്കർ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തില് 11-ഉം 12-ഉം തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും
നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പൗലോസ്ലീഹ പറയുക. ദൈവത്തിന് യോഗ്യമായ ജീവിതം നയിക്കുക. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തില് 6 മുതൽ 15 വരെയുള്ള തിരുവചനം പറയുന്നുണ്ട്. അധ്വാനശീലത്തിലൂടെ ഉള്ള വലിയ ഒരു അധ്യായം. അവിടെ പറയാണ്, അധ്വാനശീലരായി ജീവിക്കുവാൻ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുക. ആർക്കും ഭാരമാകാതെ അധ്വാനിച്ച് ശാന്തമായി ജോലി ചെയ്ത് നന്മ പ്രവർത്തിക്കുന്നതിൽ ഉത്സാഹം കണ്ടെത്തി ജീവിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ആഹ്വാനം ചെയ്യുക. മൈറ ബുക്സിന്റെ ഒരു കവിതയുണ്ട്, ദ ടച്ച് ഓഫ് ദ മാസ്റ്റേഴ്സ് ഹാൻഡ്. ഗുരുവിന്റെ കരസ്പർശനത്തോടുള്ള ഒരു കഥ. ഒരു പഴകിയ വയലിന്റെ കമ്പിയൊക്കെ പൊട്ടി മുഴുവനും പൊടി പിടിച്ച് കിടക്കുന്ന ഒരു വയലിൻ. വലിയ ഒരു ലേലം നടക്കുക. ആ ലേലക്കാരൻ അത് അടുത്തതായി എടുത്തത് ഈ പൊട്ടിയ കമ്പികളും അഴഞ്ഞ കമ്പികളും ഈ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുന്ന ഈ പഴയ വയലിനാണ്. അദ്ദേഹം അതെടുത്തു, നോക്കിക്കഴിഞ്ഞു, ഒന്നും വിളിക്കാനില്ല. അദ്ദേഹം ചോദിക്കുക, ഇത് ആർക്ക് വേണം? $1. ആരാ? 2 വിളിക്കുക. $2. $3 വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കൂടുതൽ ഇത് കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. 1, 1 തരം, 2 തരം, 3 തരത്തിന് മുമ്പ് ഒരു നരകളൊക്കെ ബാധിച്ച ഒരു വൃദ്ധനായ മനുഷ്യൻ ആ റൂമിന്റെ പുറകിൽ കൂടെ കടന്നു വന്നിട്ട് ആ വയലിൻ പതുക്കെ പഴകിയ വയലിൻ എടുത്തിട്ട് അതിന്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അഴിഞ്ഞുപോയി കിടന്ന കമ്പികളെല്ലാം മുറുക്കി കെട്ടി നല്ലപോലെ വലിച്ച് ട്യൂണൊക്കെ ചെയ്ത് അതിന്റെ ആ വയലിന്റെ കമ്പികളെല്ലാം മുറുക്കിയിട്ട് എടുത്ത് ആ മനോഹരമായ ഒരു ഗാനം ആരംഭിച്ചു. ആ വയലിനിലൂടെ മനോഹരമായ ഒരു ഗാനം ആ റൂം മുഴുവനും, ആ പ്രദേശം മുഴുവനും അങ്ങ് നിറഞ്ഞു. എല്ലാവരും കുളിരി കോരി ചൊരിഞ്ഞ് അത്രയ്ക്ക് മനോഹരമായ, ഏറ്റവും ഹൃദയസ്പർശിയായ എല്ലാവിധ രാഗങ്ങളും കൂടി, എല്ലാ സംഗതികളും കൂടിയ ഒരു മനോഹരമായ ഗാനം. അത് വായിച്ച് ആ വൃദ്ധനായ മനുഷ്യൻ പുറകോട്ട് ഇറങ്ങുമ്പോൾ ആ ലേലക്കാരൻ അതെടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എത്ര രൂപയ്ക്ക് ഇത് വിളിക്കും? ഇടവേ സ്വരത്തിൽ പറയുക, എത്ര രൂപ? $1000. ആര് $2000 വിളിക്കും? ഉടനെ തന്നെ കൈ പൊങ്ങി. $2000, $3000, $4000, $5000. 1 തരം, 2 തരം, 3 തരം. പ്രിയപ്പെട്ടവരെ, $1, $1, $2, $3 എന്ന് പറഞ്ഞിരുന്ന വയലിൻ ഒരു ഗുരുവിന്റെ കരസ്പർശനം കൊണ്ട് $5000 വിറ്റു. എന്താണ് ഈ പഴയ വയലിനെ മൂല്യമുള്ളതാക്കി തീർത്തത്? അതിന്റെ ഗുരുവിന്റെ വിരൽ സ്പർശനം. The touch of the master's hand. The touch of the master's hand made that difference. ഗുരുവിന്റെ കരസ്പർശനമാണ് അതിൽ വ്യത്യാസമുണ്ടായത്. നമ്മുടെ ജീവിതങ്ങളും ഇത്ര മനോഹരമായ ഗാനങ്ങൾ തീർക്കുന്ന ഗാനോപകരണങ്ങളായിട്ട് മാറാനുള്ളതാണ്. അതിന്റെ നാഥന്റെ വിരൽ സ്പർശനം ലഭിക്കുകയും അവിടത്തേക്ക് വെട്ടിമിനുക്കുവാനും മുറുക്കിക്കെട്ടുവാനും നമ്മെ വിട്ടുകൊടുക്കുകയും ചെയ്താൽ അവിടുന്ന് നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അമൂല്യമായി മാറും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനോഹരമായ ഗാനങ്ങൾ ഉതിരും. നമ്മെ അവന്റെ വിളിയുടെ യോഗ്യതയോട് ജീവിക്കുവാൻ വിട്ടുകൊടുക്കുമ്പോൾ, അന്യർക്കായി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ, ക്രിസ്തുവിനായി ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതവും വിലപ്പെട്ടതാകും. നമ്മിൽ നിന്ന് മധുരഗീതങ്ങൾ പുറപ്പെടും. നാമും അനുഗ്രഹമായി മാറും. വിളിച്ച ക്രിസ്തുവിന്റെ യോഗ്യതയോടുകൂടി ജീവിക്കുക. വിളിച്ചവൻ നമ്മെ അനുഗ്രഹമായിട്ട് മാറ്റും. നമ്മൾ അനുഗ്രഹമായിട്ട് മാറും. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാങ്ങി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാൻ, അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടവരട്ടെ.